എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദോച്ചുൾ ഒരുത്തനെ തല്ലിച്ചതച്ച് കാറിന്റെ ഡിക്കിയിലാക്കി അവന്റെ കാറ് കൈക്കലാക്കിയിരിക്കുവാണ്. ഇയാളിപ്പോ നോക്കുന്നത് സംഗ്മിയുടെ ഗാർഡിന്റെ വാലറ്റിൽ നിന്ന് കിട്ടിയ സംജുളിന്റെ കാർഡിലേക്കാണ്. അവൻ ആ പേര് ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കി സംജുളിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങോട്ടേക്കോ കാർ എടുത്തു പോകുന്നത് കാണാം. ഇവിടെ ദോച്ചുളുടെ സിഗ്നലിൽ ലഭിച്ച സംഗ്മിയുടെ അസിസ്റ്റന്റ് വന്ന് അവൻ ബ്ലൂബേർഡ് ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു എന്ന കാര്യം പറയും. കെട്ടാകുമ്പോൾ ഹനയെയും അസിസ്റ്റന്റിനെയും കൊല്ലാനായിട്ട് യാങ് പറഞ്ഞയച്ച ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കാണാണ്ട് പോയ ദോക്കിയുടെ വണ്ടി വീണ്ടും മുന്നിലേക്ക് വരും. ദോക്കി അവന്റെ അപാര ഡ്രൈവിംഗ് സ്കിൽസ് പുറത്തേക്കെടുത്ത് പിറകെ വരുന്ന 2 കാറിനെയും കൊണ്ടിടിപ്പിക്കും. ശേഷം ഹനയുടെയും അസിസ്റ്റന്റിന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ കാറിന് നേരെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലോട്ട് ഇടിച്ചു കയറ്റിപ്പിക്കുകയാണ്. ഹനയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന കാർ ഓടിച്ച് അസിസ്റ്റന്റിന് ബോധമില്ല. പോകുന്ന സമയം രണ്ടാമത്തെ വിക്ടിം ദോക്കിയോട് ഇങ്ങനെ, നീ യാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളല്ലല്ലോ, നീയും സെർവർ തപ്പിയാണോ നടക്കുന്നേ എന്നെല്ലാം ചോദിക്കുന്നത് കേൾക്കാം. കട്ടാകുമ്പോൾ ബ്ലൂബേർഡ് ഫൗണ്ടേഷനിൽ ഫണ്ടിനെ കുറിച്ചൊരു വലിയ ചർച്ച നടക്കുവാണ്. ജിനിന്റെ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിൽ നിന്ന് ഈ ബ്ലൂബേർഡ് ഫൗണ്ടേഷനിലേക്ക് ഒരു തുക ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മേലധികാരികൾ ഇടപെട്ട് ആ ഒരു ഫണ്ട് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ബ്ലൂബേർഡ് ഫൗണ്ടേഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് തന്നെ ആവശ്യമുണ്ട്. ഈ ഒരു കാര്യത്തെ ചൊല്ലി സംജുള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം മുന്നേ ഒരാൾ വന്ന് ബ്ലൂബേർഡ് ഫൗണ്ടേഷനിലേക്ക് ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത കാര്യം അവർ സംജുളിനെ അറിയിക്കുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, സംഗ്മി ആയിരുന്നു. ഇവളെ പെട്ടെന്ന് ഇവിടെ കാണുമ്പോൾ പിടിച്ചു മാറ്റി നിർത്തി എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്ന സംജുളിനോട്, ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാ, എനിക്ക് താൻ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ താൻ ചെയ്യരുത്, അതായത് ഞാൻ പറയുന്നത് വരെ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും, പിന്നെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്നും പറഞ്ഞ് സംഗ്മി അവിടെ നിന്ന് പോകുമ്പോൾ ഇവൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് സംജുളിന് മനസ്സിലാവില്ല. സംഗ്മിയുടെ ആളുകൾ ദോഷുളിനെയും വെയിറ്റ് ചെയ്ത് ബ്ലൂബേർഡ് ഫൗണ്ടേഷന്റെ മുന്നിൽ തന്നെയുണ്ട്. എന്നാൽ ഇവരിവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നത് മാറി നിന്ന് കാണുന്ന ദോച്ചുൾ അങ്ങോട്ടേക്ക് പോയില്ല. കെട്ടാകുമ്പോൾ ഇവിടെ നോക്കി രണ്ടാമത്തെ വിക്ടിമിനെയും കൊണ്ട് യാങ് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നാ എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്ന കാര്യം ദോക്കി ഇയാളോട് ചോദിക്കുന്നുണ്ട്. താൻ റെഡിയാണെന്ന് അയാൾ പറയും. അങ്ങനെ ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ യാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും യാങ്ങിന്റെ ആൾക്കാർ ഈ രണ്ടാമത്തെ വിക്ടിമിനെ ഉപദ്രവിച്ച് കെട്ടിയിടുവാണ്. ശേഷം ദോക്കിയുടെ കയ്യിൽ ഒരു അമ്പു എടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറയും. എന്ന് ദോക്കി അത് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് ഈ ദൗത്യം യാങ് ചുവന്ന മുടിയനെ ഏൽപ്പിക്കും. ചുവന്ന മുടിയൻ ആ രണ്ടാമത്തെ വിക്ടിമിനെ ഷൂട്ട് ചെയ്യുമെന്ന് വരുമ്പോൾ ആ അമ്പ് പിടിച്ചു വലിച്ചു മാറ്റുവാണ് ദോക്കി. എന്നാ ഇത് ശരിക്കും ദോക്കിക്ക് കൂടെ ഉള്ള ഒരു ട്രാപ്പായിരുന്നു. എനിക്ക് 100% ഉറപ്പായിരുന്നു നീ ഇത് തന്നെ ചെയ്യുന്നു, ഞാൻ എന്തിനാ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്നാ കരുതുന്നേ എന്നും പറഞ്ഞ് യാങ് അവൻ അടിച്ചു വീഴ്ത്തും. ഇതേ സമയം കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഗോയൻ ദോക്കിയുടെ ഗിഫ്റ്റ് കണ്ട് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുവാണ്. ഇവള് ദോക്കിയെ ഏത് തരത്തിലാണ് കാണുന്നതെന്ന് അറിയില്ലെങ്കിലും ദോക്കിയോട് ഇവക്ക് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അവൾ അവനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ സമയം ഈ ടാക്സി കമ്പനിയുടെ മെഷീനിൽ എമർജൻസി സൈറൻ മുഴങ്ങുന്നത് കേൾക്കാം. ഇവിടെ ബോധം വരുന്ന ദോക്കി നോക്കുമ്പോൾ അവനെയും ആ രണ്ടാമത്തെ വിക്ടിമിന്റെ അടുത്ത് കെട്ടിവെച്ചിരിക്കുവാണ്. കുറെ നേരമായിട്ടും ദോക്കിയുടെ ഒരു അനക്കവും ഇല്ലാത്തത് കാണുമ്പോൾ ഇവനുമായി നിരന്തരമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചോയും പാക്ജിനും. ബോധം വരുന്ന ദോക്കി അവരോട് സർവ്വത കണ്ടുപിടിച്ചോ എന്ന കാര്യം ചോദിക്കും. അത് ഇവിടെ എവിടെയോ ആണെന്നറിയാം, എന്നാൽ ഇതുവരെയും അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വീട്ടിലോട്ട് പോകുന്ന സംജുളാണെങ്കിൽ സംഗ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തോ സംശയം തോന്നി അവളുടെ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് ദോഷുൾ പോയ കാര്യമൊക്കെ അവൾ പറയുന്നത്. അതിനൊരു കോമ്പൻസേഷൻ എന്ന നിലയ്ക്കാണ് ഇവള് ബ്ലൂബേർഡ് ഫൗണ്ടേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അവനെ ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും, കണ്ടുപിടിച്ച അറ്റ്ലീസ്റ്റ് ഞാൻ അവന്റെ ഒരു കണ്ണെങ്കിലും എടുക്കും, അത്രയെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് പറയുവാണ് സംഗ്മി. അതായത് ഇവൾ ഇതിനിടയിലൂടെ നടത്തുന്ന അവയവ ബിസിനസ് ഒന്നും സംജുളിന് അറിയില്ല. കെട്ടാകുമ്പോൾ ഹന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അവളെ രണ്ടാമത്തെ വിക്ടിമിന്റെ ഫോണിൽ വെച്ചിട്ടുള്ള ട്രാക്കർ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന ജിന്നിനോട് താൻ യാങ്ങിന്റെ സ്ഥലത്തേക്ക് പോവുകയാണെന്നും തന്നെ വിശ്വസിച്ചാണ് ആ രണ്ടാമത്തെ വിക്ടിം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്, എന്ത് വന്നാലും താൻ അങ്ങോട്ടേക്ക് പോകും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഹനയോട് ഇനി ഇവളെ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന ജിൻ ഓഫീസിൽ പോയി വേണ്ട ഫയൽസും ടൂൾസ് ഒക്കെ എടുക്കുക, അറസ്റ്റ് വാറന്റ് ഞാൻ റെഡിയാക്കി തരാന്ന് പറയും. ഇതേ സമയം സംജുൾ ഓൾറെഡി തന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഡോർസ് എല്ലാം ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്ന് സംഗ്മി പറഞ്ഞ കാര്യമാണ് ഇയാളുടെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാളുടെ ഗേറ്റിൽ വന്ന് ആരോ തട്ടുന്നത്. ഉള്ളിൽ ഒരു ചെറിയ പേടിയിൽ അയാൾ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ അത് ഗോയൻ ആയിരുന്നു. സംജുളിനോട് ഗോയൻ ഇപ്പോൾ എല്ലാവരും എവിടെയാ ഉള്ളതെന്ന് തിരക്കുവാണ്. അവളെ അയാൾ വേഗം അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോകും. ഇതേ സമയം ഇതെല്ലാം പുറത്തെ കാറിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദോച്ചു. ഇവിടെ എല്ലാവരും ഉള്ള സ്ഥലം സംജുളിന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് ഗോയൻ. അവളോട് തിരിച്ചു വന്നതിന് സംജുൾ നന്ദി പറയും. ആ ഡാറ്റ സർവർ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനാണ് ഗോയനിന്റെ ലക്ഷ്യം. അത് കണ്ടുപിടിച്ച് നശിപ്പിച്ചാൽ മാത്രമേ ആ സൈറ്റ് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ പറ്റൂ. വീഡിയോസ് നിരന്തരമായിട്ട് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ആ സർവർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവൾക്ക് കഴിയും. അതിനായിട്ടാണ് ഇവൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതേ സമയം ഹനയും ടീമും യാങ്ങിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ദോക്കി അവിടെ കുടുങ്ങി കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ചോയി ആണെങ്കിൽ പാക്ജിന്റെ സെർവർ നോക്കാൻ ഏൽപ്പിച്ച് ദോക്കിയെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പാക്ജിനും പുറകെ പോകും. എന്നാൽ പക്ഷെ പാവങ്ങളെ രണ്ടും കൂടെ ചെന്ന് ചാടുന്നതാണെങ്കിൽ യാങ്ങിന്റെ ഗാർഡ്സിന്റെ മുന്നിൽ. ആ സർവർ കണ്ടുപിടിക്കാൻ നീ എന്തിനാ ജീവൻ വരെ റിസ്ക് ചെയ്യാൻ മടിക്കാത്തതെന്ന് ദോക്കി ചോദിക്കുമ്പോൾ എനിക്ക് ആ സർവർ കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ച് ഹനാ മേഡത്തിനോട് പറയണം, എന്നാൽ മാത്രമേ അവർക്ക് യാങ്ങിനെ കൊടുക്കാൻ പറ്റൂ എന്ന് ഈ രണ്ടാമത്തെ വിക്ടിം പറയുമ്പോൾ അവളൊന്നും വരാൻ പോകുന്നില്ല എന്ന് പുച്ഛഭാവത്തിൽ പറഞ്ഞിരിക്കുവാണ് ദോക്കി. ഈ സമയമാണ് ചോയിയും പാക്ജിനെയും കൂടെ ഗാർഡ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്.
എന്നാൽ ആ ആളുകൾ ഇവരെ കെട്ടിയിടുന്നതിന് മുമ്പ് ആരും കാണാതെ ദോക്കിയുടെ കാലിനരികിലായി ഒരു ബ്ലേഡ് ചോയ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഇപ്പോൾ ദോക്കിയാണ് തങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വൈറസ് കടത്തി വിട്ടതെന്നും ശേഷം അത് നന്നാക്കുന്നത് പോലെ അഭിനയിച്ച് സ്ട്രാറ്റജിക് ടീമിലേക്ക് കയറി കൂടിയതാണ് എന്നെല്ലാം അറിഞ്ഞ് ദേഷ്യത്തില് ദോക്കിയുടെ അടുത്തേക്ക് വരുന്ന യാങ്, ആർക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നേ? നീ ആ പ്രോസിക്യൂട്ടർ പെണ്ണിന്റെ ഒപ്പമുള്ള ആളാണോ? അല്ലെങ്കിൽ പിന്നെ നീ ആരാന്ന് ചോദിക്കുമ്പോൾ താനൊരു ടാക്സി ഡ്രൈവറാണെന്ന് പറയുന്ന ദോക്കി. അപ്പോഴേക്ക് ഇവിടെ ഗോയൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി കയറി നോക്കുമ്പോൾ ചോയിയോ പാഗ്ജിനെയോ ഒന്നും കാണുന്നില്ല. അവിടെ ചെന്ന് ഹെഡ്ഫോൺസ് എടുത്ത് വെക്കുമ്പോൾ ഇവിടുത്തെ സംസാരമെല്ലാം അവൾക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ യാങ് ആണെങ്കിൽ നിരന്തരമായിട്ട് ദോക്കിയോട് ഓരോന്ന് ചോദിച്ചിട്ടും ആ സെർവർ എവിടെയാണ് എന്ന കാര്യം മാത്രം ചോദിച്ചിരിക്കുവാണ് ദോക്കി. ഇത് കേട്ട് ദേഷ്യം വരുന്ന യാങ് ആണെങ്കിൽ അയാളുടെ ദേഷ്യം മൊത്തം ദോക്കിയിലെടുക്കും. അവനെ തല്ലിച്ചതച്ചൊരു പരുവാക്കും. എന്നിട്ടും സെർവർ എവിടെയാണെന്ന് മാത്രമാണ് ഇവൻ ചോദിക്കുന്നത്. ഇതേ സമയം സെർവർ കണ്ടുപിടിക്കാനായിട്ട് തന്റെ ചേച്ചിയുടെ വീഡിയോ നിരന്തരമായി മാസ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോയൻ. അതൊരിക്കൽ പോലും കാണാനായിട്ട് അവൾക്ക് കഴിയില്ലെങ്കിലും ഇത് ചെയ്യാതെ വേറൊരു വഴിയില്ല. അങ്ങനെ അവസാനം ആ സെർവർ അവൾ കണ്ടുപിടിക്കും. താൻ ആ സെർവർ കണ്ടുപിടിച്ചു എന്ന കാര്യം അവൾ ദോക്കി അറിയിക്കും. വീണ്ടും ഗോയനിന്റെ ശബ്ദം കേട്ട സന്തോഷത്തിലാണ് ദോക്കി. ആ വീഡിയോ ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ അത് നശിപ്പിച്ചു കളയണം. എന്റെ ചേച്ചി ഇനി ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരെല്ലാവരെയും തന്നെ ഇല്ലാണ്ടാക്കാനായിട്ട് പറയുന്ന ഗോയനിനോട് താൻ അത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ദോക്കി. ഇവൻ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാതെ എന്തൊക്കെയാണ് നീ പറയുന്നതെന്നും ചോദിച്ച് യാങ് അടുത്തേക്ക് ചെല്ലുന്നതും തന്റെ കയറ് പൊട്ടിച്ച് യാങ്ങിനിട്ട് കൊടുക്കുവാണ് അവൻ. ശേഷം ആ ഗാർഡ്സിനെ മൊത്തം അവൻ അടിച്ച് ശരിയാക്കുന്നുണ്ട്. എല്ലാവരെയും അടിച്ച് ശരിയാക്കി ചുവന്ന മുടിയുടെ അടുത്തേക്ക് ദോക്കി ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവനെ കാമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അയാൾ. എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ നീ അടങ്ങെന്നും പറഞ്ഞ്. ഇപ്പൊ ഇവിടെ ചോയും പാഗ്ജിനും രണ്ടാമത്തെ വിക്ടിമും കൂടെ ഒരു വിധത്തിലെ കെട്ടഴിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ചോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് ഏതോ ഒരു പ്രോസിക്യൂട്ടറാണ്. ചോയ് ഏതോ ഒരു ഫിനാൻഷ്യൽ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് ആ പ്രോസിക്യൂട്ടർ പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ചോയ് ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുന്നത് കണ്ട് ആ ഫോൺ വാങ്ങി ഓഫാക്കി അവനെ വിളിച്ചുകൊണ്ട് പോകുവാണ് പാഗ്ജി. ഇവിടെ യാങ് ആണെങ്കിൽ ഒരു വിധത്തിൽ ദോക്കിയുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ട് ഫോൺ എടുത്ത് ഫ്രണ്ടിനെ വിളിക്കുമ്പോഴാണ് ഇവർക്കെതിരെയുള്ള അറസ്റ്റ് വാറന്റ് ഹനയ്ക്ക് കിട്ടിയെന്നും അവൾ ടീമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന കാര്യവും അയാൾ അറിയുന്നത്. അടുത്ത മാരണോ എത്തിയോന്നും ചോദിച്ച് അലറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചുവന്ന മുടിയനെയും എടുത്ത് വലിച്ചെറിഞ്ഞ് അങ്ങോട്ടേക്ക് ദോക്കി വരുന്നത്. പുറത്തിറങ്ങുന്ന ദോക്കിക്ക് ആ സർവറുള്ള സ്ഥലം ഗോയൻ പറഞ്ഞു കൊടുക്കും. യാങ് മൂടി കയറുന്നത് അങ്ങോട്ടേക്കാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതിന്റെ വാതിലടച്ച്, ഞാൻ നിന്നോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ? നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ബട്ടൺ പ്രസ് ചെയ്താ പിന്നെ നിനക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഇത് മൊത്തം എന്റെ സമ്പത്താണെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ വാതിൽ അടിച്ചു തകർക്കാൻ കഴിയാതെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ദോക്കി. ഈ സമയമാണ് വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗോയൻ ദോക്കിയോട് മാറി നിൽക്കാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നത്. ഇവരകത്തേക്ക് കയറുന്നതും ഓടിച്ചെന്ന് ഏതോ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുന്ന യാങ്ങിനെ ആരോ വെച്ച് ദോക്കി ഷൂട്ട് ചെയ്തിടും. ഇതേ സമയം ദോച്ചുൾ സങ്ജുളിന്റെ വീട്ടിൽ കടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെതിരെ ഒന്നും തന്നെ ചെയ്യാതെ വളരെ കാമായിട്ടാണ് സങ്ജുൾ ചെയറിലിരിക്കുന്നത്. ചെയ്തിട്ട് കാര്യമില്ലെന്നും സങ്ജുളിന് അറിയാമായിരിക്കും. എടോ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. താൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? നിന്റെ ഫാമിലി ഒന്നുമല്ലല്ലോ ഞാൻ ഉപദ്രവിച്ചേ. ഇവിടെ ദോക്കിയും ഹനയും ചോയും പാഗ്ജിനും യാങ്ങിന്റെ സ്ഥലത്തെ പരിപാടിയെല്ലാം തീർന്ന് മടങ്ങി വരുവാണ്. ഇവർ വരുന്നതിന്റെ ഓപ്പോസിറ്റ് ഹനയും ടീമും യാങ്ങിന്റെ സ്ഥലത്തേക്ക് ധൃതിയിൽ പോകുന്നത് കാണാം. യാങ്ങിനെ പിടിച്ചൊരു മരത്തിൽ കെട്ടിയിട്ടേച്ചാണ് ഇവർ പോന്നേക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് ഓഫീസേഴ്സിന്റെ വണ്ടി വരുന്നത് കണ്ട് ഒരു വിധത്തിലെ കെട്ടഴിച്ച് ഇയാള് ആ സെർവറുള്ള റൂമിലോട്ട് ഓടും. സെർവർ റൂം നിറയെ ദോക്കിയും കൂട്ടരും ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. കാരണം അയാളുടെ സമ്പാദ്യം മൊത്തം ഉള്ളത് ആ ഒരു സെർവർ റൂമിലാണ്. ഇവിടെ ഗോയൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. 10, 9. ഇവിടെ ഹനയും പോലീസുകാരും ദോക്കിയെ തിരഞ്ഞ് ആ സെർവർ റൂമിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഗോയൻ കൗണ്ട് ഡൗൺ 1 എണ്ണുന്നതും ദോക്കി ആ ബട്ടൺ പ്രസ് ചെയ്യും. സെർവർ റൂമിനകത്തുള്ള യാങ് ഉൾപ്പെടെ അവിടെ മൊത്തം ചിന്ന ഭിന്നമായി പോവാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന ഹന ഉൾപ്പെടെയുള്ള പോലീസുകാർ തെറിച്ചു വീഴും. ഇവിടെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ഹന ദോച്ചലിന്റെ കയ്യിൽ നിന്നും കുത്തേറ്റ് താഴെ കിടക്കുന്ന സങ്ജുൾ. അവസാനം തന്റെ ചേച്ചിക്ക് നീതി കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഗോയൻ ഈ ഒരു സീനും കാണിച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. ദോച്ചലിന്റെ അടുത്ത് പെട്ടുകിടക്കുന്ന സങ്ജുളിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ദോക്കിയും കൂട്ടരുമാണ് ഇതിനെല്ലാം പിറകിലെന്ന് ഹന മനസ്സിലാക്കൂ. നമുക്ക് കാത്തിരുന്ന് കാണാം.